ഗ്രേറ്റ് ഇന്ത്യൻ ട്രൈറ്റർ ഓർ പേട്രിയോട്ട്. 16 വർഷങ്ങൾക്ക് ശേഷം മമ്മൂക്ക ലാലേട്ടനും കൂടെ ഒരുമിക്കുന്ന സിനിമയാണ് പേട്രിയോട്ട് എന്ന് പറയുന്നത് അല്ലെ. അതായത് അടുത്ത തിയേറ്റർ തൂക്കാൻ പോകുന്ന ഐറ്റം. ബുക്ക് മൈ ഷോ ഒക്കെ ചിലപ്പോ ഒന്ന് ഹാങ് ആയി എന്നൊക്കെ വരും. പക്ഷെ ഇങ്ങനെ ഒരു സിനിമ മലയാളത്തിൽ വരുന്നുണ്ടെങ്കിൽ കൂടെ ഇപ്പൊ ഈ സിനിമയെ കുറിച്ച് ചർച്ചയാവുന്നത് വേറൊരു വഴിക്കാണ് കേട്ടോ. അതായത് നെൽസന്റെ പുതിയ സിനിമ, കമൽഹാസനും രജനീകാന്തും കൂടെ ഒരുമിക്കുന്ന പടം. ആ പടത്തിന്റെ ഒരു 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 ഗ്ലിംസ് അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രൊമോഷണൽ വീഡിയോ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സാധനം വന്നിട്ടുണ്ട്. ഇപ്പോ കിടുക്കാച്ചി ഐറ്റം എന്ന് പറഞ്ഞാൽ കിടുക്കാച്ചി ഐറ്റം. ആൾക്കാരില് ഇത്രയേറെ ഹൈപ്പ് ഉണ്ടാക്കുന്ന ഒരു സാധനം വേറെ ഇല്ല. പല വിധത്തിലാണ് അതിന്റെ ചർച്ച. അതായത് അതിനകത്ത് നമ്മുടെ അനിരുദ്ധും അവരാണത് തുടങ്ങുന്നത്. അവരിങ്ങനെ തുടങ്ങി പിന്നെ ഇങ്ങനെ എന്താ പറയാ നല്ല രസമുണ്ട്. മറ്റേ പുള്ളി ഏതെടുത്തത് ഞാനിത് എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആ ഒരു സാധനം ഉണ്ടല്ലോ. അങ്ങനെ വന്നിട്ട് അവർ രണ്ടുപേരും കൂടി ഡോർ തുറന്ന് ഇങ്ങനെ വന്ന് എന്താ ഒരു സ്വാഗ് അല്ലേ ആ ഒരു വീഡിയോ കാണാന്. പിന്നെ അതിനകത്ത് വേറെ കുറെ ചർച്ചകളുണ്ട് കേട്ടോ. അതിനകത്തുള്ള പെൺപിള്ളേര് AI ആണോ അല്ലേ എന്നൊക്കെയുള്ള ചർച്ചകളുണ്ട്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ ആ സിനിമ കാണാൻ. കിടുക്കാച്ചി തിയേറ്റർ സാധനം. ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഏതെങ്കിലുമൊക്കെ ഇപ്പൊ നമ്മൾ ഈ PVR-ലൊക്കെ പടം കാണാൻ പോകുമല്ലോ. PVR-ലൊക്കെ പടം കാണാൻ പോകുന്ന സമയത്ത് ഒരുപാട് ട്രെയിലറുകൾ ഇങ്ങനത്തെ വരാറുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു പടത്തിന് പോയി ഈ PVR-ൽ നല്ല സറൗണ്ടിങ് സൗണ്ടുള്ള ഒരു സിസ്റ്റത്തിൽ ഇരുന്നിട്ടാണ് ഈ സാധനം കാണുന്നുണ്ടല്ലോ. ഗൂസ് ബം മൊമെന്റ് ആണ്. അത്രക്ക് കിടുക്കാച്ച സാധനം. സോഷ്യൽ മീഡിയ തുറക്കാൻ വയ്യ. ആ വീഡിയോ ഇപ്പൊ തന്നെ ഏകദേശം 3 കോടിയിലധികം ആൾക്കാർ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് ഒരുപാട് കമന്റുകൾ ഉണ്ട്. എന്താണ് നെൽസ നിനക്ക് കിട്ടിയേക്കുന്നത് 2 കിടുക്കാച്ചി മുതലുകളെയാണ്, നിന്നിൽ നിന്നും ഭയങ്കര സംഭവം പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് തമിഴന്മാര് കമന്റ് ചെയ്ത് മരിക്കണം അതിന്റെ അടിയിൽ. അതേപോലെ തന്നെ ട്വിറ്ററിലും ഇൻസ്റ്റയിലും എല്ലാം ഈ സാധനം തന്നെയാണ്. പക്ഷെ അതിനെ ചുറ്റിപ്പറ്റിയുണ്ട് പേട്രിയോട്ട് ആയിട്ട് കണക്ട് ചെയ്തിട്ട് കുറെ കണ്ടന്റുകൾ വരുന്നത്. അതായത് ഇങ്ങനെ 2 ലെജൻസ് തമിഴിൽ ഒരുമിക്കുമ്പോ അവർ ആ ഒരുമിക്കലിനെ എങ്ങനെ കൊണ്ടുവരുന്നത് നോക്കിയേ. പക്ഷെ മലയാളത്തില് പേട്രിയോട്ട് എന്ന് പറഞ്ഞ കിടുക്കാച്ചി ഐറ്റം വരുമ്പോഴും ഇങ്ങനെ ഒരു സാധനം ആളുകൾക്ക് ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത് ആളുകൾക്ക് തന്നെ ആഘോഷിക്കാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് സാധനം ഉണ്ടല്ലോ, അതില്ല എന്നുള്ള ഒരു സങ്കടം. അത് വേണമായിരുന്നു എന്നുള്ള ഒരു ചർച്ച എന്താ പറയാ നമ്മുടെ സോഷ്യൽ മീഡിയ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പേട്രിയോട്ടിന്റെ ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ലാസ്റ്റ് മമ്മൂക്കയും ലാലേട്ടനും കൂടെ ഒരുമിച്ച് വരുന്ന സീനൊക്കെ അതിനകത്ത് ഉണ്ട്. അത് ശരിയാണ്. അത് ഫസ്റ്റ് വന്ന സമയത്ത് നമ്മളെല്ലാരും ആഘോഷിച്ചതാണ് ആ ഒരു സാധനം, കിടുക്കാച്ചി ഐറ്റം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഈ ഒരു സാധനം വന്നപ്പോ അതിനെ കൂടാൻ ഇതിന്റെ കിടുക്കാച്ചി മ്യൂസിക് ഉണ്ട്. ഒരു റെട്രോ കൈൻഡ് ഓഫ് സാധനം പുള്ളി പിടിച്ചിട്ടുണ്ട്. അതൊരു രക്ഷയില്ല. കിടുക്കാച്ചി സാധനം. അത് ഞാൻ ഈ സാധനം കണ്ടപ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത ഒരു എലിമെന്റ് എന്ന് പറഞ്ഞത് ആ സ്കോറാണ്. നല്ല രസമുണ്ട്. ഉലകനായകൻ കമൽഹാസനും സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊക്കെ എഴുതി കാണിക്കുമ്പോഴൊക്കെ ആ സാധനം വരുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ടോ. അപ്പോ അതുപോലത്തെ സാധനം മലയാളത്തിലെ ബിഗ് എംസ് ആണ്. ബിഗ് എംസ് മലയാളത്തിന്റെ നെടും തൂണ്. ഇവർ രണ്ടുപേരും കൂടെ ഒരുമിക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞാൻ വേറെ സാധനം കണ്ടത്, ഇവര് ഒരുമിച്ച ഒരു പടമാണല്ലോ നമ്മുടെ ഹരികൃഷ്ണൻസ്. അപ്പൊ ഹരികൃഷ്ണൻസിന്റെ ഒരു ഗ്ലിംസസ് ഉള്ള ഒരു വീഡിയോ ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അതിനകത്ത് ഇവരുടെ ചില ഗോഷ്ഠികളും ജ്യേഷ്ഠകളൊക്കെ നല്ല രസമുണ്ട് അതിനകത്ത് കാണാൻ. ഫാസിൽ സംവിധാനം ചെയ്തിട്ടുള്ള പടം. അപ്പൊ അങ്ങനത്തെ ഒരു സാധനം ഈ ഒരു സിനിമക്ക് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ. ആളുകൾക്ക് ആഘോഷിക്കാനുള്ള ഒരു വകുപ്പ് അതിനകത്ത് ഉണ്ടായേനെ. പക്ഷെ അവിടെ വീണ്ടും ചോദ്യമായി വരുന്നൊരു കാര്യം എന്താണെന്നറിയോ, പാട്രിയോട്ട് എന്ന് പറയുന്ന സിനിമ, ആ സിനിമയ്ക്ക് ഇതുപോലൊരു സാധനം ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. കാരണം ആ സിനിമ കൈകാര്യം ചെയ്തത് അങ്ങനെ ഒരു വിഷയമാണ്. അതൊരു മാസ് മസാല അങ്ങനത്തെ ഒരു പടമാണ് എന്നുള്ളത് ആസച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ല. മലയാളത്തിൻ്റെതായിട്ടുള്ള റിയലിസ്റ്റിക് എലമെന്റുകൾ ഉള്ള ഒരു സിനിമ തന്നെയാണത്. നമ്മളത് കണ്ടാൽ മനസ്സിലാവും നമുക്ക്. അപ്പോ അങ്ങനെയുള്ള ഒരു സീരിയസ് പടം, ആ പടത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു പ്രൊമോന്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ പറയുന്ന അത്ര ആവശ്യം ഉണ്ട് എന്നുള്ളത് പേഴ്സണലി എനിക്ക് തോന്നുന്നുമില്ല. കാരണം ആ പടത്തിന്റെ ട്രെയിലറും ടീസറൊക്കെ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. അതിനകത്ത് വരുന്ന ഇപ്പൊ ഈ ഒരു ചെറിയ ഗ്ലിംസ് ഞാൻ കണ്ടപ്പോ തന്നെ അതിനകത്ത് മമ്മൂക്ക പറയുന്ന കാര്യങ്ങളൊക്കെ ടെൽ ഹിം ടു കംപ്ലീറ്റ് ദ സെന്റൻസ്,
എന്താ പറയാ ട്രേറ്റർ ഓർ പാട്രിയോട്ട് എന്ന് പറയുന്ന ആ ഒരു കൈൻഡ് ഓഫ് സാധനം. അപ്പൊ അങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സിനിമയ്ക്ക് ഇതുപോലത്തെ ഒരു ഗൂസ്പം മൊമെന്റ് കൈൻഡ് ഓഫ് സാധനം, ഒരു ഭയങ്കര മാസ് മസാല കൈൻഡ് ഓഫ് സാധനം വേണോന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത്രക്ക് ആവശ്യമില്ല അല്ലെ. എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് തോന്നുന്നത്. അതല്ല ഇത് വേറൊരു കൈൻഡ് ഓഫ് ജോണറിൽ വരുന്ന ഒരു സിനിമയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് ഇറക്കായിരുന്നു. അപ്പോ അങ്ങനെ പറയുന്നതിലും വലിയ കാര്യമുണ്ടോ എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എനിവേ എന്തായാലും തമിഴില് ഭയങ്കര ആഘോഷമാണ്. തമിഴില് സോഷ്യൽ മീഡിയ തുറന്ന ഭയങ്കര ആഘോഷമാണ്. ഇപ്പൊ തന്നെ 3 കോടി ആൾക്കാർ കണ്ടു എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ. കേരളത്തിൽ ആകെ 3.5 കോടി ആൾക്കാരുള്ളത്. അത്രയും ആൾക്കാർ അത് കണ്ടു കഴിഞ്ഞു. കേരളത്തിലെ ആൾക്കാരെന്നല്ല ഞാൻ പറയുന്നത്, കമ്പാരിസൺ വെച്ചിട്ടാ പറയുന്നത്. അപ്പോ ആ ഒരു സാധനം കിടുക്കാച്ചി അടിപൊളി ഐറ്റം അങ്ങനെ ലോഡിങ് ആണ്. അപ്പോ നെൽസന്റെ ജയിലർ 2 കൂടെ വരുന്നുണ്ട്. അതും ഭയങ്കര വെയിറ്റഡ് സിനിമ, വെയിറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ് നെൽസന്റെ. അപ്പോ ഒരു തമിഴിലെ ഒരു വ്യത്യസ്തമായിട്ടുള്ള മേക്കറാണ് നെൽസൺ. നമുക്കറിയാം റിയാലിറ്റി ഷോകളൊക്കെ ഡയറക്ട് ചെയ്ത് അങ്ങനെ നമ്മുടെ എന്താ പറയാ നയൻതാരനെ വെച്ചിട്ട് അങ്ങനെ ഒരു സിനിമ, അതൊരു ബാഗും തൂക്കി പോകുന്ന നയൻതാര, ആ ബാഗിനകത്ത് ഒരു തൂക്കിട്ടൊക്കെ പോകുന്ന അങ്ങനത്തെ ഒരു സൈലന്റ് ഒരു ഷെയ്ഡി ഒരു അങ്ങനത്തെ സിനിമ ചെയ്യുന്ന ഒരാളാണ് നെൽസൺ. ഒരു വേറൊരു എന്താ പറയാ പുള്ളിയുടേതായി തന്നെ ഒരു സിഗ്നേച്ചർ ഉണ്ടാക്കിയിട്ടുണ്ട് തമിഴിൽ. അപ്പൊ അങ്ങനത്തെ ഒരാളെടുത്ത് നിന്ന് വരുന്ന മറ്റൊരു സൂപ്പർ കിടുക്കാച്ചി ഐറ്റം, മോസ്റ്റ് അവൈറ്റഡ് മൂവി.